നമസ്കാരം. രാഹുൽ ഗാന്ധിയല്ല ആര് പറഞ്ഞാലും, ദീപാദാസ് മുൻഷി പറഞ്ഞാലും, എത്ര കൊടി കെട്ടിയ ആൾ പറഞ്ഞാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നന്നാകില്ല. അവർ മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം തീരുമാനിക്കാമെന്നും അതിൽ വ്യക്തമായ ഇടപെടൽ ഹൈക്കമാൻഡ് നടത്തും എന്നും ഹൈക്കമാൻഡിൻ്റെ തീരുമാനപ്രകാരമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുമുള്ള വ്യക്തമായ സന്ദേശം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്, പ്രതിപക്ഷ നേതാവ് VD സതീശന് ഒക്കെ തന്നെ നൽകിയിരുന്നു. എന്നിട്ടും പിടിവലിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിപ്പം മുഖ്യമന്ത്രിയാകും, എന്നെ മുഖ്യമന്ത്രിയാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് ആളുകളെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് നേതാക്കൾ. രമേശ് ചെന്നിത്തല ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ പ്രസംഗത്തെക്കുറിച്ച്, ഒരു ബൂസ്റ്റിംഗ് സംഭവത്തെക്കുറിച്ചൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചകൾ നടന്നു. ഇതൊക്കെ വെറുതെ ചെയ്യുന്നതല്ല, പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. VD സതീശന് എതിരെയും അനുകൂലമായും ഫ്ലക്സ് ബോർഡുകൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടു. KC വേണുഗോപാലിന് അനുകൂലമായി പോസ്റ്ററുകളും ഫ്ലക്സുകളും സമൂഹമാധ്യമ പോസ്റ്റുകളും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ജയിച്ചു കഴിഞ്ഞു എന്നുള്ള ധാരണയിലാണ് സത്യം പറഞ്ഞാൽ UDFും കോൺഗ്രസുമൊക്കെ ഈ കളി കളിക്കുന്നത്. അതിൽ ലീഗിനടക്കം വലിയ തോതിൽ എതിർപ്പുണ്ട്. കോൺഗ്രസ് എത്ര കിട്ടിയാലും എത്ര അനുഭവിച്ചാലും പഠിക്കില്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ ഇടപെടലുണ്ടായിട്ട് പോലും കേരളത്തിലെ നേതാക്കൾക്ക് ആ മുഖ്യമന്ത്രി കസേരയും മുഖ്യമന്ത്രി കുപ്പായവും ഒക്കെ തന്നെയാണ് പ്രാധാന്യത്തോടെ അവർ കാണുന്നത്. എന്തൊക്കെയായാലും 2 ടേൺ 10 വർഷത്തെ ആ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിന് എതിരായിട്ട് ഒരു വികാരം UDFന് അനുകൂലമായി ഉണ്ടാകും എന്ന തുടക്കത്തിലെ തന്നെ ചർച്ചയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം രാഷ്ട്രീയ സംഗതികളൊക്കെ കുറേ മാറിമറിഞ്ഞു. തുടർഭരണമുണ്ടാകും എന്നുള്ള ചില റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നു. അതിനുശേഷം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം 5-ാം തീയതി പുത്തരിക്കണ്ടം മൈതാനത്ത് പന്തലിടാൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോൺട്രാക്റ്റ് കൊടുത്തതായി സൂചനയുണ്ട് എന്നുള്ള വാർത്തകൾ വന്നു. ആകെ ഒരു രാഷ്ട്രീയ സമസ്യയിലേക്കാണോ കേരളം പോകുന്നത് എന്നുള്ള ഒരു ധാരണയ്ക്കിടയിലാണ് ഇവിടെ ഞാൻ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. 2021 ഏതാണ്ട് ഇത് തന്നെയായിരുന്നു സ്ഥിതി. അന്ന് പിന്നെ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിയും അത്യാവശ്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യത ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. മുന്നണി ഏതായാലും വലിയ പരാജയം സംഭവിച്ചു. അതിനുശേഷം ഒന്ന് ഒതുങ്ങി. ഇതാ വീണ്ടും മുഖ്യമന്ത്രി ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാകുന്നു. ആരാണ് മുഖ്യമന്ത്രി? ഈ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഞാനാണ് മുഖ്യമന്ത്രി എന്ന് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് അതീവ പരിതാപകരമാണ്. ഇതിൽ ഹൈക്കമാൻഡ് ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ശരിയായ നടപടിയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ടുള്ള ഇത്തരം തീരുമാനങ്ങളും അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളുമൊന്നും ഇവിടെ ആവശ്യമില്ല എന്നുള്ള കാര്യം അവർ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞാലോ, ദീപാദാസ് മുൻഷി പറഞ്ഞാലോ വല്ലതും VD സതീശനും രമേശ് ചെന്നിത്തലയും KSുധാകരനും KC വേണുഗോപാലും കേൾക്കുമോ? കേരളത്തിലെ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിനെ പോലല്ല, കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെയുള്ളത്രയും ഗ്രൂപ്പിസവും ഇവിടെയുള്ളത്രയും കുതികാൽവെട്ടുമൊന്നും കോൺഗ്രസ്സിന് ഒരു സംസ്ഥാനത്തും വേറെ ഇല്ല എന്നതും ഒരു രാഷ്ട്രീയ സത്യമാണ്. അപ്പം മുഖ്യമന്ത്രി കുപ്പായവും തുന്നി നിരവധി പേർ വരിവരിയായി നിൽക്കുന്നു. ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യം ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നു, അതുപോലെ തന്നെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. ഹൈക്കമാൻഡിനൊക്കെ എന്ത് വില, പുല്ലുവില.